അസ്സലാമു അലൈക്കും. ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പല വിധത്തിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിനവർ കണ്ടെത്തുന്ന മാർഗങ്ങൾ പലതാണ്. ഇസ്ലാമിനെ ഒരു തീവ്രവാദത്തിൻ്റെ മതമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ അവർ പലതരത്തിലുള്ള വ്യാജ കഥകളും കള്ളക്കഥകളുമൊക്കെ അവർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാറുണ്ട്. മറ്റുള്ള മതസ്ഥർക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൂടാൻ വേണ്ടിയാണ് അത്തരം വ്യാജ കഥകളും കള്ളപ്രചാരണങ്ങളും ഇത്തരം ആളുകൾ അഴിച്ചുവിടുന്നത്. കാസ അടക്കമുള്ള ക്രിസംഖ്യക്കൂട്ടങ്ങളും യുക്തിവാദി വേഷമണിഞ്ഞ കുറെ ഇസ്ലാമിക വിരുദ്ധരുമൊക്കെ ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ യാതൊരുവിധ ബലവുമില്ല, ഒരു ചുക്കും സംഭവിക്കുന്നില്ല. അവരുടെ മുഴുവൻ കള്ളക്കഥകളും പൊളിയുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. നോക്കി, എന്തെല്ലാം കള്ളക്കഥകളാണ്, എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളാണ് ഇസ്ലാമിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും ഇത്തരം ആളുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം തകർത്തുകൊണ്ട് ഇസ്ലാം അതിൻ്റെ പ്രഭയിൽ മനോഹരമായി കൊണ്ട് തന്നെ കത്തിച്ചൊലിച്ചുകൊണ്ട് വളരുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. നോക്കൂ, ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ബിനു കുമാർ എന്നാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അദ്ദേഹം പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് ചെയ്യാനെത്തിയതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തത്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു സഹോദരിയെ പരിചയപ്പെടുത്തരാം. ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയെക്കുറിച്ച്. വിജി തോമസ് എന്ന് പറയുന്ന സഹോദരിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആസിയ മറിയം എന്ന് പറയുന്ന മനോഹരമായ പേരവർ സ്വീകരിക്കുകയും ചെയ്തു. താൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണത്തെക്കുറിച്ച് അവർ അതിനകത്ത് വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ബിജി തോമസ് എന്നായിരുന്നു. ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു. ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ട് ഒരു 53 വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു. പിന്നെ ഞാൻ അവിടെ ഒരു 10-20 വർഷത്തോളം ക്രിസ്ത്യനായിട്ട് തന്നെ ജീവിച്ചു. പിന്നെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹിക്ക് പോയി ജോലിയുടെ ആവശ്യത്തിനായി. അവിടെ ഹംദർദ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തൊരു മുസ്ലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരികളൊക്കെ മുസ്ലിംസ് ആയിരുന്നു കൂടുതൽ. അവരെക്കുറിച്ച് കുറേയൊക്കെ അറിയാൻ പറ്റി, ഇസ്ലാം എന്താണെങ്കിലും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പിന്നെ എല്ലാവരുടെയും കറക്റ്റായിട്ടുള്ള നിസ്കാരവും ഇതൊക്കെ കണ്ടപ്പം അവർക്ക് വിഗ്രഹങ്ങളില്ലാത്ത, കാരണം ഞങ്ങൾ ക്രിസ്ത്യാനിയായിരുന്ന കത്തോലിക്കായിരുന്നപ്പം ഒരുപാട് വിഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും അങ്ങനെ ഒത്തിരി പുണ്യവാന്മാരുടെയും ഒക്കെയുള്ള കുറേ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നത് കണ്ടു. പിന്നെ ഇസ്ലാമിൽ വിഗ്രഹങ്ങളൊന്നും കണ്ടില്ല, ആരുടെയും പടമൊന്നും വെച്ച് പൂജിക്കുന്നത് കണ്ടില്ല. അങ്ങനെ കുറച്ചൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് എന്താണ്, നിങ്ങൾക്ക് യേശു ക്രിസ്തു ഇല്ലേ, മറിയം ഇല്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് യേശു ക്രിസ്തുവും മറിയവും ഉണ്ട്, പക്ഷേ അവരെ പ്രവാചകന്മാരായിട്ടാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതന്മാരായിട്ടാണ് കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയങ്ങളൊക്കെ തോന്നി. അതെന്താണ്, അവർക്കുണ്ട് യേശു ക്രിസ്തു, ഞങ്ങൾക്കുണ്ട് യേശു ക്രിസ്തു, അപ്പോൾ അവർക്ക് പിക്ചറില്ല, വിഗ്രഹങ്ങളില്ല. പിന്നെ അവർ പറഞ്ഞു ഖുറാനിലും മറിയത്തിനെക്കുറിച്ച് തന്നെ ഒരു ചാപ്റ്ററുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ കുറേ എനിക്കവിടെ ഡൽഹിയിൽ നമുക്കധികം പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഫോണില്ല, വർഷങ്ങളായി, 30 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 30 വർഷത്തിന് മുമ്പായിട്ട് എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, ഫോണോ യൂട്യൂബോ ഇന്നത്തെ പോലെ ഒരു മാധ്യമങ്ങളും കുറച്ച് ആൾക്കാർ പറയുന്ന സ്കോളേഴ്സ് ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആണെങ്കിലും അല്ലാതെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ എന്നെ കല്യാണം കഴിക്കാനായിട്ട് ഇസ്ലാമിൽ തന്നെ ജനിച്ച ഒരാൾ കല്യാണം കഴിച്ചു. ഞങ്ങൾ ഫാമിലിയായിട്ട് 2 മക്കളുണ്ട് ഇപ്പം, ഒരു മോനും ഒരു മോളും. എല്ലാവരും ഇസ്ലാമിൽ തന്നെയാണ്. മോൻ വിവാഹമൊക്കെ കഴിച്ചു, ഫാമിലിയായിട്ട് ജീവിക്കുന്നു. മോള് കോളേജിൽ പഠിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാ. കേട്ടില്ലേ ആ സഹോദരി പറഞ്ഞത്? ഇത് ഏകദേശം 30 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ഒരു പ്രോസസ്സ്, അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്നവരിൽ അധികവും മുസ്ലിമീങ്ങളായിരുന്നു. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ഓരോ നിസ്കാരങ്ങളും പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് അവർക്ക് ഇസ്ലാമിലേക്ക് പോകുവാനുള്ള കുറച്ച് കൂടുതൽ അടുപ്പം, ആ ഒരു ഇഷ്ടം അവർക്ക് തോന്നുകയാണ്. അതായിരുന്നു ഒന്നാമത്തെ കാരണം.
രണ്ടാമത്തെ കാരണമായി അവർ പറയുന്നത് വിഗ്രഹ ആരാധനയില്ല, അതിനാൽ തന്നെ എനിക്ക് ഇസ്ലാമിലേക്ക് കൂടുതൽ അടുക്കാൻ ഇഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തന്നെ ഇത് പറയേണ്ടി വരും. മറ്റുള്ള മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇസ്ലാമിൽ വിഗ്രഹ ആരാധനയോ അല്ലെങ്കിൽ ബിംബാരാധനയോ ഒന്നും തന്നെയില്ല. ഇസ്ലാമിൽ ഏകദൈവം മാത്രമേ ഉള്ളൂ. അത് അള്ളാഹു മാത്രമാകുന്നു. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നു. എന്തായാലും ആ സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം ഞാനൊരു ചരിത്രം കൂടി പറഞ്ഞു പോകാം. ഇസ്ലാമിക ചരിത്രത്തിലെ ധീരയായ ഒരു വനിതയെക്കുറിച്ച്, പോരാളിയായ ഉമ്മു അമ്മാറയെക്കുറിച്ച്. ഖസ്റജ് ഗോത്രത്തിന്റെ ഉപവിഭാഗമായ ബനു നജ്ജാറിലായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ജനനവും വളർച്ചയും. ജീവിതത്തിലുടനീളം അനർക്ക വ്യക്തിത്വ വിശേഷണങ്ങൾ മഹദി സ്വന്തമാക്കി. അചഞ്ചലമായ വിശ്വാസം, സ്നേഹം, ധീരത, ക്ഷമം, സഹിഷ്ണുത, ജ്ഞാനം എന്നീ മൂല്യങ്ങളുടെ സമാഹാരമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ജീവിതം. അൻസ്വാരിയങ്ങളിൽപ്പെട്ടയാളായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുമതിയോടുകൂടി ഇസ്ലാമിക പ്രചാരണം ആരംഭിച്ചു. നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമായവർ പ്രവാചകനെ കാണാനും ബൈഅത്ത് ചെയ്യാനും വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. 73 പുരുഷന്മാരും 2 സ്ത്രീകളുമായിരുന്നു ആ സ്വാർത്ഥക വ്യൂഹം. സ്ത്രീകളായ 2 പേരിൽ ഒരാൾ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയായിരുന്നു. അവരെല്ലാവരും ഒരു മലയുടെ താഴ്വാരത്ത് വെച്ച് പ്രവാചകനുമായി ഉടമ്പടി ചെയ്തു. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ഉടമ്പടി 2ാം അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നു. ഉടമ്പടിക്ക് ശേഷം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് തിരികെ വന്നു. ശേഷം വിജ്ഞാന പ്രസരണത്തിലും മദീനയിലെ സ്ത്രീകളെ ശരീഅത്തിൽ പ്രബുദ്ധരാക്കാനുമായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ സമയം ചെലവഴിച്ചത്. യുദ്ധക്കളത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യ വൈഭവം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ ധീരപരിവേഷം നൽകി. ഉഹുദ് യുദ്ധത്തിലെ മഹദിയുടെ ധീരോദാത്തമായ പ്രകടനങ്ങൾ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും അമ്പരപ്പിച്ചു കളഞ്ഞു. പതറിപ്പോയ മുസ്ലിം സൈന്യത്തിന് മഹദിയുടെ ശൂരത നവചൈതന്യം പകർന്നുകൊടുക്കുകയും പരാജയത്തിന്റെ ആക്കം കുറയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, ശത്രുക്കളുടെ സ്വപ്നങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. ഇമാം തഹവി പറയുന്നുണ്ട്, 2ാം അഖബ ഉടമ്പടി, ഉഹുദ് യുദ്ധം, ഹുനൈൻ യുദ്ധം, യമാമ യുദ്ധം, ഹുദൈബിയ യുദ്ധം എന്നീ ചരിത്ര സംഭവങ്ങളിൽ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പങ്കെടുത്തു. വാളുകൊണ്ട് മഹദി കാണിച്ച നീക്കങ്ങൾ അവിടെയുള്ളവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യുദ്ധക്കളത്തിന്റെ ഏതു ഭാഗത്തേക്ക് നോക്കിയാലും പ്രതിരോധത്തിന്റെ പടവാളേന്തിയ ഉമ്മു അമ്മാറയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആയുധം എടുത്ത് പോരാടി സ്വഹാബി വനിതയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ യഥാർത്ഥ നാമം നുസൈബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹ എന്നാണ്. ഈ കുടുംബത്തിന്റെ ത്യാഗോചില പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി അവർക്ക് മേൽ ക്ഷേമവും ഉയർച്ചയും ഉണ്ടാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അതുപോലെ അവർ സ്വർഗ്ഗത്തിൽ തന്റെ സുഹൃത്തുക്കളുമായിരിക്കുമെന്നും പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കുടുംബം ചെയ്ത അസാമാന്യ സ്ഥൈര്യത്തെ പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. പ്രവാചകർ നബി തങ്ങൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഉമ്മു അമ്മാറ, നീ എവിടെ നിന്നാണ് ഈ ആർജവം സംഭരിച്ചത്? ഉഹുദ് യുദ്ധത്തിൽ 12 മുറിവുകളായിരുന്നു ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. ചുമലിലേറ്റ മുറിവായിരുന്നു അതിലേറ്റവും സാരമായി ബാധിച്ചത്. യുദ്ധത്തിന് ശേഷം സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ മഹദി ആദ്യം തിരക്കിയത് പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചായിരുന്നു. സ്വന്തം ഭർത്താവിനെക്കുറിച്ചോ സന്താനങ്ങളെക്കുറിച്ചോ ആ മനസ്സ് ആകുലപ്പെട്ടില്ല. ഇതേ ധീരത ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഹുനൈൻ യുദ്ധത്തിലും മക്ക വിജയത്തിലും പ്രകടിപ്പിച്ചിരുന്നു. ഖദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിലും ആ ധീരതയുടെ തനി ആവർത്തനം ദൃശ്യമായിരുന്നു. യുദ്ധത്തിൽ 11 മുറിവുകൾ മഹദി സ്വയം ഏറ്റുവാങ്ങി. ഒരു കരം ഛേദിക്കപ്പെട്ടു. ഇങ്ങനെ കൈപ്പേറിയ നഷ്ടങ്ങൾ പിണഞ്ഞിട്ടും മഹദിയിൽ ശക്തിക്ഷയം പ്രകടമായില്ല. പകരം ഈമാനിക പ്രഭ കൂടുതൽ പ്രക്ഷോഭിതമാവുകയായിരുന്നു. ബനു ഖുറൈള യുദ്ധത്തിലും മറ്റ് സുഹാബി വനിതകൾക്കൊപ്പം മഹദി പങ്കെടുത്തിരുന്നു. അതോടൊപ്പം 20ഓളം സുഹാബി വനിതകൾ പങ്കെടുത്ത ഖൈബർ യുദ്ധം, ആ യുദ്ധത്തിലും മഹദി പങ്കെടുത്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിലും മഹദി വീര്യത്തോടുകൂടി തന്നെ ശത്രുപാളയത്തെ നേരിട്ടു. മരണം വരെ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ യുദ്ധഭൂമികയിലെ ശൂരതയുടെ ഉരുക്കുകോട്ടയായി നിലനിന്നു. ഇസ്ലാമിക സംരക്ഷണ ചുമതല പ്രതിജ്ഞാബദ്ധമായി മഹദി ഏറ്റെടുത്തു. മഹദിയുടെ അപാര യുദ്ധ വൈഭവത്തിന് മുമ്പിൽ ശത്രുക്കളുടെ ചങ്ങലക്കെട്ടുകൾ തകർന്ന് തരിപ്പണമായി മാറി. ഈ സ്വർഗീയ പാതയിൽ മഹദി കുടുംബത്തിനെ മുഴുവൻ വഴി നടത്തി കൊണ്ടുപോയി. 2 അരുമ സന്താനങ്ങളും ഷഹാദത്തിന്റെ പദവി നേടി സ്വർഗത്തിലേക്ക് പറന്നു. ജീവിതം പൂർണ്ണമായും വേദന